ഇന്നത്തെ വീഡിയോയിൽ SCERT ക്ലാസ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കൊമൻസായി രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് വേർഡ്സ് ആണല്ലേ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഗ്ലിംസും എമിറേറ്റ്സും. ഗ്ലിംസ് എന്നാൽ പാർഷ്യൽ വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ചകളെയൊക്കെയാണ് ഗ്ലിംസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എമിറേറ്റ്സ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. UAE-നെയാണ് എമിറേറ്റ്സ് എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷാർജ, അബുദാബി അങ്ങനെ ഒരു 7 എമിറേറ്റ്സ് ചേർന്നതാണ് നമ്മുടെ UAE എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഈ ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എമിറേറ്റ്സിലെ ചില കാഴ്ചകളാണ് ഇവിടെ നമ്മുടെ നറേറ്റർ നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ട്രാവൽ റൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളാണ് ട്രാവൽ റൈറ്റിങ്ങിൽ എഴുതുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്ററും താൻ UAE-ൽ നടത്തിയ ഒരു ട്രാവലിലെ ചില കാഴ്ചകളാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കുറച്ചധികം ന്യൂ വേർഡ്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പോൾ ന്യൂ വേർഡ്സ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സ് ഒക്കെ നമ്മുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ്. What would await an accidental tourist in UAE? I wondered as I came out of the airport into the open air. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. ആരാണ് അത്ഭുതപ്പെടുന്നത്? നമ്മുടെ നറേറ്ററാണല്ലേ. അത്ഭുതപ്പെടുകയായിരുന്നു. എന്താണ്? ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റിനെ കാത്ത് UAE-ൽ ഉണ്ടാവുക എന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. അപ്പോൾ നറേറ്റർ ഇവിടെ പറയുന്നത് താൻ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാഴ്ചകളാണ് തന്നെ കാത്ത്, ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റായ തന്നെ കാത്ത് UAE-ൽ ഉണ്ടാവുക എന്ന് താനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിചാരിതമായിട്ട് ടൂറിസ്റ്റായ ഒരാൾ, അതായത് മുൻപ് പ്ലാൻ ചെയ്തതൊന്നുമല്ല, വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു യാത്ര നടത്തിയേക്കാം എന്ന് കരുതി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളെയാണ് ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വന്നതായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ മറ്റാരെങ്കിലും കാണാനോ ഒക്കെ വേണ്ടി വന്ന ആളായിരിക്കാം. പക്ഷേ എന്താണ്, ആ സാഹചര്യത്തിൽ പെട്ടെന്ന് എങ്കിൽ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം, സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ അവിചാരിതമായിട്ട് ഒരു ട്രാവലിലേക്ക് വരുന്ന ഒരാളാണ് ആര്? ഒരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ടൂർ പോകാൻ വേണ്ടി ആദ്യമേ വിചാരിച്ചിരിക്കുന്ന ആളല്ല, പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്ന ഒരാൾ. യെസ്, ഐ വാസ് ആൻ ആക്സിഡൻ്റൽ ടൂറിസ്റ്റ്. അതെ, ഞാനൊരു ആക്സിഡൻ്റൽ ടൂറിസ്റ്റാണ്, അവിചാരിതമായിട്ട് ടൂറിസ്റ്റായ ഒരാളാണ്. ഐ ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് മൈ നീസ്. ഞാൻ എൻ്റെ നീസിൻ്റെ കൂടെ താമസിക്കുന്നതിന് വേണ്ടി ഒമാനിലായിരുന്നു. അപ്പോൾ നമ്മുടെ നറേറ്റർ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഒമാനിൽ നിന്നാണ് വരുന്നത്. തൻ്റെ നീസിൻ്റെ കൂടെ അവിടെ താമസിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പം നീസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബ്രദറുടെയോ സിസ്റ്ററുടെയോ മകളെയാണ് നമ്മൾ നീസ് എന്ന് പറയുന്നത്. ഐ ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ മൈ വേ ബാക്ക് ഹോം. അപ്പോൾ നറേറ്റർ ഒമാനിൽ തൻ്റെ നീസിൻ്റെ കൂടെ താമസിച്ച് ഇപ്പോൾ തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ മടക്ക യാത്രയിൽ, ഈ റിട്ടേൺ ട്രിപ്പിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഒരു 2 ദിവസം അങ്ങനെയാണെങ്കിൽ UAE-ൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്ക്വീസ്ഡ് ഇൻ 2 days എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ക്വീസ് എന്ന വാക്കുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ സമയത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്ന അർത്ഥമാണ്. അപ്പോൾ ഇവിടെ 2 ദിവസം ഈ മടക്ക യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടുന്നു. ആ 2 ദിവസം അങ്ങനെയാണെങ്കിൽ UAE-ൽ കുറച്ച് കാര്യങ്ങൾ കാണാനും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാം, ചിലവഴിക്കാം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അതുകൊണ്ടാണ് സ്ക്വീസ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. But 2 days were enough to give me an eyeful and plenty of food for thought. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ 2 ദിവസം എന്ന് പറയുന്നത് തന്നെ, UAE-ൽ 2 ദിവസം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ധാരാളമായിരുന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. നോക്കൂ, അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഗിവ് മീ ആൻ ഐഫുൾ ആൻഡ് പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട്. തൻ്റെ ചിന്തകൾക്കും ഭാവനയ്ക്കും ഒക്കെ ധാരാളം ഭക്ഷണം നൽകുന്ന കാഴ്ചകൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ തനിക്ക് കാണാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ ഡെൻസ് ക്ലൗഡ്സ് ഹോവറിംഗ് അബൌട്ട് ദ വിങ്സ് ഓഫ് ദി
എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൺ മീ ആൻ ഐഫിൾ. അപ്പോൾ ഈ എയർക്രാഫ്റ്റിലായിരുന്ന സമയത്ത്, താൻ വിമാനത്തിലായിരുന്ന സമയത്ത് വിമാനത്തിൻ്റെ ചിറകുകൾക്ക് മുകളിൽ ഇങ്ങനെ എന്താണ് കട്ടികൂടിയ മേഘങ്ങൾ ഇങ്ങനെ ഹോവർ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ഹോവർ ചെയ്യുന്നത് വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കട്ടികൂടിയ മേഘങ്ങൾ ഇങ്ങനെ വായുവിൽ തങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ തനിക്ക് എന്താണ് ഒത്തിരി സാറ്റിസ്ഫൈങ് ആയിരുന്നു, എന്താണ് താൻ ഒത്തിരി സംതൃപ്തനായി എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. ആ ഒരു കാഴ്ച പോലും തനിക്ക് ഒത്തിരി സംതൃപ്തി തന്നു, സാറ്റിസ്ഫാക്ഷൻ തന്നു. അപ്പം അങ്ങനെയുള്ള തന്നെ സംബന്ധിച്ച് UAE ഒരു 2 ദിവസമേ ഉള്ളെങ്കിലും അതും എന്താണ് വളരെയധികം എന്താണ് കാഴ്ചകൾ, തൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന വളരെയധികം കാഴ്ചകൾ അതിൽ നിന്ന് കിട്ടി എന്നാണ് നറേറ്റർ പറയുന്നത്. And the desert which seemed to stretch endlessly was a spectacle too. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ അവസാനമില്ലാത്ത പോലെ നീണ്ടു കിടക്കുന്ന ഈ എന്താണ് മരുഭൂമി, അതും തന്നെ സംബന്ധിച്ച് എന്താണ് ഒരു മികവുറ്റ ദൃശ്യമായിരുന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറേയധികം ന്യൂ വേർഡ്സ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ വെയിറ്റ്, ആക്സിഡൻ്റൽ, വണ്ടർ, നീസ്, സ്ക്വീസ്, ഹോവർ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട വേർഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ വേർഡ് മീനിങ്സ് ഒക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വരുന്ന 7 എമിറേറ്റ്സും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, കുറച്ച് വേർഡ്സ് കൂടിയുണ്ട്, ആ വേർഡ്സ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ. The long drive in my friend Ashokan's car from Ras Al Khaimah to Abu Dhabi was a memorable experience. അപ്പോൾ നമ്മുടെ നെറേറ്റർ എയർപോർട്ടിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എന്താണ് അശോകൻ എന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ടിൻ്റെ കാറിൽ റാസൽ ഖൈമയിൽ നിന്നും അബുദാബിയിലേക്ക് എന്താണ് ഇദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, ഇതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അശോകൻ്റെ കാറിലുള്ള യാത്ര എന്നാണ് പറയുന്നത്. മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അനുഭവം ആയിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വി നെവർ ഗോട്ട് ടയേർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദ ബീച്ച്. അപ്പോൾ പലതവണ ഇങ്ങനെ ബീച്ചുകളിലേക്ക് എന്താണ് പോയിട്ടും തങ്ങൾക്ക് അതിലൊരു മടുപ്പ് തോന്നിയില്ല എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അപ്പോൾ വെഞ്ചറിങ് എന്ന് പറഞ്ഞാൽ ഒരു റിസ്കി അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയാണ് വെഞ്ചർ എന്ന് പറയുക. അപ്പോൾ പലതവണ പല ബീച്ചുകളിൽ ഇങ്ങനെ ഇറങ്ങിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പോകുന്നത്. എന്നിട്ടും അവർക്ക് എന്താണ് മടുപ്പ് തോന്നിയില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം? ദ സീ ഹാഡ് ദ സെയിം സിറീൻ അപ്പിയറൻസ് എവ്രിവെയർ. അപ്പോൾ ഇവരിങ്ങനെ ഓരോ ബീച്ചുകളിൽ ഇറങ്ങുമ്പോഴും എന്താണ് അവിടെ കണ്ട കടലിനെല്ലാം എന്താണ് വളരെ സിറീൻ അപ്പിയറൻസ് ആയിരുന്നു, വളരെ പ്രശാന്തമായിട്ടുള്ള, വളരെ ക്വയറ്റ് ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു എന്നാണ്, അല്ലെങ്കിൽ അപ്പിയറൻസ് ആയിരുന്നു അവിടെ എല്ലാം എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ടർ ലുക്കിനെയാണ് നമ്മൾ അപ്പിയറൻസ് പറയുന്നത്, പുറമേ കാണുന്നതിന്. അപ്പോൾ എല്ലാ ബീച്ചിലും ഈ പറഞ്ഞ കടൽ എങ്ങനെയാണ്, വളരെ ശാന്തമായിരുന്നു, വളരെ പീസ്ഫുൾ ആയിരുന്നു എന്നാണ് നറേറ്റർ പറയുന്നത്. വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വയറ്റ് ബീച്ചസ്. അപ്പോൾ ഈ ക്വയറ്റ് ബീച്ചസിൽ, നിശബ്ദമായ ഈ ബീച്ചുകളിൽ ഒരു വ്യക്തിക്ക് എന്ത് തോന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഹെവൻലി ബ്ലിസ്, സ്വർഗീയമായ ഒരു ആനന്ദം തോന്നുമെന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. നോക്കാം. അറ്റ് സ്വൈഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ അബുദാബിയിലെ സ്വൈഹൻ എന്ന സ്ഥലത്ത് ഇദ്ദേഹം എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം എന്താണ് കണ്ടുവെന്നാണ് പറയുന്നത്. എന്താണ് നോക്കാം. ഇറ്റ് വാസ് ദി എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. അപ്പോൾ അത് നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്, സോളാർ പാനൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോളാർ എനർജി ഉപയോഗിച്ചിട്ട്, അതായത് സൂര്യൻ്റെ ഊർജം ഉപയോഗിച്ചിട്ട് നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്ന എന്താണ് പ്ലാന്റ്സ്, പവർ പ്ലാന്റുകളുണ്ട്. അപ്പോൾ ആ പവർ പ്ലാന്റ് ഇപ്പം നമ്മൾ എന്താണ് ജലം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നത് അറിയാം. അതുപോലെ തന്നെ സൂര്യൻ്റെ ഊർജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുകയാണ് സോളാർ പവർ പ്ലാന്റിൽ ചെയ്യുന്നത്, സോളാർ പാനൽസ് വെച്ചിട്ടുള്ള പവർ പ്ലാന്റ്സ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം കണ്ടത് എന്താണ്, ഈ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് ആണ് കാണുന്നത്. അതിൻ്റെ എൻട്രൻസ് ആണ് ഇദ്ദേഹം ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ആ എൻട്രൻസ് ആണ് ഇദ്ദേഹത്തെ വളരെയധികം സർപ്രൈസ് ആക്കിയത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദ വേൾഡ്, producing a stupendous 1.2 gigawatt of power. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ആണ് ഈ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സിംഗിൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇത്രയും അധികം സോളാർ പാനൽസ് വെച്ചിട്ടുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഈ ഒരു പവർ പ്ലാന്റ് കാണുക എന്ന് പറയുന്നത് എന്താണ്, ഒരാളെ സംബന്ധിച്ച് ഒരു വളരെയധികം പ്രത്യേക ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ.
അപ്പോൾ നിങ്ങളവിടെ കാണുന്നുണ്ട് സ്റ്റുപ്പൻഡസ് എന്ന് പറഞ്ഞൊരു വാക്ക്, അത് അതിശയകരമായിട്ടുള്ള എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അപ്പോൾ ടൂറിസ്റ്റിനെ പക്ഷേ എന്താണ് നമ്മുടെ ഈ പവർ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് കാണാനായിട്ട് അനുവാദമില്ല. I had to satisfy myself with the magnificent photographs of the power plant on the net. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇൻ്റർനെറ്റിലുള്ള ഫോട്ടോഗ്രാഫ്സ്, ഈ സോളാർ പവർ പ്ലാന്റിൻ്റെ ഇൻ്റർനെറ്റിലുള്ള ഫോട്ടോഗ്രാഫ്സ് കണ്ട് തനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നെന്നാ പറഞ്ഞേ, സംതൃപ്തി അടയേണ്ടി വന്നു, സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. മാഗ്നിഫിസൻ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം മനോഹരമായ, എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയ, അല്ലെങ്കിൽ വളരെ ഇംപ്രസീവ് ആയ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദ പ്ലാന്റ് ഹാസ് എൻ അമേസിംഗ് 3.2 മില്യൺ സോളാർ പാനൽസ്. അപ്പോൾ ഈ ഒരു സോളാർ പവർ പ്ലാന്റിൽ എത്ര സോളാർ പാനൽസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3.2 മില്യൺ. അപ്പോൾ 1 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലാക്ക് ആണ്. ഓക്കെ, ഇപ്പോൾ 10 ലാക്ക് ആണ് 1 മില്യൺ. അങ്ങനെയാണെങ്കിൽ 3.2 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ലാക്ക് സോളാർ പാനൽസ് ഈ ഒരു പവർ പ്ലാന്റിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, I wish tourists were given an aerial view of the plant. അപ്പോൾ നമ്മുടെ നെറേറ്റർ പറയുന്നതാണ് എന്ത്, ഈ ടൂറിസ്റ്റിന് അകത്ത് കയറി കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു പവർ പ്ലാന്റിൻ്റെ എന്തെങ്കിലും ഒരു വ്യൂ അവർക്ക് കിട്ടണ്ടേ. അപ്പോൾ ഒരു ഏരിയൽ വ്യൂ, ഒരു ആകാശ ദൃശ്യം, ആകാശത്ത് നിന്നുള്ളൊരു കാഴ്ചയെങ്കിലും ആളുകൾക്ക് ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മുടെ നറേറ്റർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏരിയൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്ലെയിനിലിരുന്നോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിലിരുന്നോ അല്ലെങ്കിൽ ഇനി വലിയ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഒരു ഏരിയൽ വ്യൂ എന്ന് നമുക്ക് പറയാം. അതായത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഒരു ഏരിയൽ വ്യൂ എന്ന രീതിയിലാണ് നമ്മൾ പരിഗണിക്കാറ്. ഓക്കെ, വായുവിൽ നിന്ന് താഴേക്ക് നോക്കുന്ന കാഴ്ചകൾ, അതിനൊക്കെയാണ് ഏരിയൽ വ്യൂ എന്ന് പറയുന്നത്, ഒരു ആകാശ ദൃശ്യം എന്ന നിലയ്ക്ക്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് കാണാം, വീണ്ടും കുറച്ചധികം ന്യൂ വേർഡ്സ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. I was able to view the imposing Burj Khalifa, the tallest building in the world. അപ്പോൾ ഇനി നോക്കൂ, ബുർജ് ഖലീഫ, ലോകത്തെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ബുർജ് ഖലീഫ തനിക്ക് കാണാൻ സാധിച്ചതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇമ്പോസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രസീവ് ഇൻ അപ്പിയറൻസ് എന്നാണ്. അതായത് അപ്പിയറൻസിൽ, അതായത് അതിൻ്റെ ലുക്സ് കൊണ്ട് എന്താണ് എല്ലാവരെയും ഇംപ്രസ് ചെയ്യിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇമ്പോസിങ് എന്ന് പറയുക. അപ്പം ബുർജ് ഖലീഫ എന്ന് പറയുമ്പം ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് എന്താണ്, എല്ലാവരെയും അതിലേക്ക് തന്നെ ആകർഷിക്കുന്ന ഒരു അപ്പിയറൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഇമ്പോസിങ് എന്ന് വിളിച്ചിട്ടുള്ളത്. I was able to view the imposing Burj Khalifa, the tallest building in the world. അപ്പോൾ എനിക്ക് ഇത്രയും ഇമ്പോസിങ് ആയിട്ടുള്ള, എല്ലാവരെയും ആകർഷിക്കുന്ന, അതിൻ്റെ അപ്പിയറൻസ് കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബുർജ് ഖലീഫ കാണാനുള്ള അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. ക്ലൈംബിങ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അപ്പോൾ ഈ ഒരു ബുർജ് ഖലീഫ അവസാനത്തെ നില വരെയും കയറുക എന്ന് പറയുന്നത് നിങ്ങളെ ലോകത്തിൻ്റെ മുകളിലെത്തിക്കും, ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കും. കാരണം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഏറ്റവും മുകളിൽ എത്തുക എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുകളിൽ എന്നുള്ള ഒരു ഇതാണ് അല്ലേ. അപ്പോൾ അവിടെ എത്തിക്കും. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പോൾ പക്ഷെ എന്നെ കൊണ്ടത് സാധിച്ചില്ല. A boat ride at Bur Dubai late in the evening was a fascinating experience. അടുത്തതായിട്ട് ഇദ്ദേഹം പറയുന്നത് ബർ ദുബായിൽ അദ്ദേഹം നടത്തിയ ഒരു ബോട്ട് റൈഡിനെ കുറിച്ചാണ്. അത് ഒരു ഈവനിങ്ങിൻ്റെ ഈവനിങ് കഴിയാറാവുന്ന സമയത്ത്, നൈറ്റിലേക്ക് അടുത്താണ് അവർ ആ ബോട്ട് റൈഡ് നടത്തിയത്. അതും ഒരു ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഫാസിനേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന അത്രയും മെച്ചപ്പെട്ട, മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോട്ട് റൈഡ് എന്ന് പറഞ്ഞു. The dazzling lights and their reflections on the creek give you a feeling of being out of the world. അപ്പോൾ ഈ ഒരു ഡാസ്ലിംഗ് ലൈറ്റ്സും അതുപോലെ തന്നെ അവയുടെ റിഫ്ലക്ഷൻസും, ഡാസ്ലിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഡാസ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ര ശക്തമായ ലൈറ്റ്, പ്രകാശമാണ്, അതുകൊണ്ട് നമുക്ക് കണ്ണുപോലും കാണാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ലൈറ്റ്സും അതിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിഫലനം, ലൈറ്റ്സും അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ലൈറ്റും, അപ്പോൾ റിഫ്ലക്ഷൻസും എല്ലാം ചേർന്ന് നമുക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഔട്ട് ഓഫ് ദി വേൾഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഈ ലോകത്തിൽ തന്നെ പുറത്ത് വേറെ എവിടെയോ മറ്റൊരു ലോകത്താണെന്നുള്ള ഒരു ചിന്തയാണ്, ഫീലിംഗ് ആണ് നമുക്ക് നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്രീക്ക് എന്ന് പറഞ്ഞാൽ ഒരു അരുവി, ചെറിയൊരു ജലസ്രോതസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്.
ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ എ റൈഡ് ഓൺ ദ മെട്രോ ഫ്രം അൽ നദ ടു സ്റ്റേഡിയം. അപ്പോൾ ഇതിനോട് ഏകദേശം ഒരു മാച്ച് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉണ്ടായത് എന്താണ്, ഒരു മെട്രോ ജേണിയാണ്. മെട്രോ ട്രെയിനിലുള്ള മറ്റൊരു ജേണി, അത് അൽ നദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ ജേണിയാണ്. ഇതുപോലെ തന്നെ എന്താണ് ഫാസിനേറ്റ് ചെയ്ത, തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു എക്സ്പീരിയൻസ്. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഇസ് ഓൾവേസ് എൻ്റർടൈനിങ്. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രെയിൻ യാത്രയിൽ ആ ജനലിലൂടെ ഇങ്ങനെ എന്താണ് നമ്മുടെ മരങ്ങളൊക്കെ ഇങ്ങനെ ഓടുന്നതും ഒക്കെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ്, വളരെ എൻ്റർടൈനിങ് ആണ്, വിനോദിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു ഭൂമിയുടെ ആ ദൃശ്യത്തെയാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ ട്രെയിനിലുള്ള ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരു ട്രെയിൻ ജേണിയിൽ പുറത്തെ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് വളരെ എൻ്റർടൈനിങ് ആണ്. ലാൻഡ്സ്കേപ്പ് കാണുക, ഭൂദൃശ്യങ്ങൾ കാണുക എന്ന് പറയുന്നത് എൻ്റർടൈനിങ് ആണ്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എവർ സീൻ. പക്ഷേ ഇവിടെ എന്താണ്, ഈ അൽ നദയിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്കുള്ള മെട്രോ ട്രെയിൻ ജേണിയിൽ താൻ കണ്ട ലാൻഡ്സ്കേപ്പ് അത് ലോകത്ത് താൻ ഇതുവരെ നടത്തിയ ട്രാവലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ ബുർജ് ഖലീഫയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ബോട്ട് റൈഡ് അറ്റ് ദുബായിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു മെട്രോ ജേണി ഫ്രം അൽ നദ ടു സ്റ്റേഡിയം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിലെ ന്യൂ വേർഡ്സ് കാണാം. ഇതിനകത്ത് ക്രീക്ക് എന്ന് പറയുന്നത് അരുവി എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറ്. പക്ഷേ അത് അരുവിയേക്കാൾ കുറച്ചും കൂടി നമുക്കൊരു ബോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാട്ടർ വേ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു നാരോ വാട്ടർ വേ എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഒരു പുഴയുടെ അത്രയും ഇല്ല, എന്നാൽ പുഴയേക്കാൾ കുറച്ചും കൂടി ചെറുത്. നോക്കാം. But nothing matched the Luwa Abu Dhabi Museum, a marvel by any standards. പക്ഷേ താൻ കണ്ട കാഴ്ചകൾ, മുൻപ് കണ്ട കാഴ്ചകൾ, അതിനെ ഒക്കെ മറികടക്കുന്നതായിരുന്നു ലുവ അബുദാബി മ്യൂസിയം എന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ബൈ എനി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഏത് നിലവാരം വെച്ച് നോക്കിയാലും അത്ഭുതത്തിൻ്റെ കാര്യത്തിൽ ഈ ലുവ അബുദാബി മ്യൂസിയം മറ്റ് കാഴ്ചകളെയൊക്കെ മറികടക്കുന്നതായിരുന്നു. It houses some of the world's most fascinating archaeological remains, paintings, sculptures and other artifacts. അപ്പോൾ ഈ ഒരു ലുവ അബുദാബി മ്യൂസിയത്തിൽ അത് ഹൗസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹൗസ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് സ്ഥലം ഒരുക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പം ഈ ലുവ അബുദാബി മ്യൂസിയത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ശ്രദ്ധ ആകർഷിക്കുന്ന ആർക്കിയോളജിക്കൽ റിമെയിൻസ്. ആർക്കിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശാസ്ത്രമാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ പുരാവസ്തു ശാസ്ത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കുറേയധികം റിമെയിൻസ്, അവശേഷിപ്പുകളും പെയിൻറ്റിങ്സും ചിത്രങ്ങളും അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് ശില്പങ്ങളും, ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ പുരാവസ്തുക്കൾ, മറ്റു പുരാവസ്തുക്കളും ഒക്കെയുള്ള ഒരു മ്യൂസിയമാണ് ഈ അബുദാബി ലുവ മ്യൂസിയം എന്ന് പറയുന്നത്. It carries the name of the famous Louvre Museum in France on an agreement. അപ്പോൾ ബേസിക്കലി ഈ ലൂവ മ്യൂസിയം വരുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. അപ്പോൾ ഫ്രാൻസുമായിട്ടൊരു എഗ്രിമെൻറ്റിൻ്റെ ബേസിലാണ് ഈ അബുദാബിയിൽ ഇങ്ങനെ ഒരു ലൂവ മ്യൂസിയം നിർമ്മിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് പെർമിഷൻ ഉണ്ടായത്. It has also rented more than 300 pieces from the Louvre for display. അപ്പോൾ ഈ ഒറിജിനൽ, അതായത് നമ്മുടെ ഫ്രാൻസിലുള്ള ലൂവ മ്യൂസിയത്തിൽ നിന്നും 300 പ്രധാനപ്പെട്ട പീസസ് എന്ന് വെച്ചാൽ മ്യൂസിയത്തിൽ വെക്കുന്ന ഓരോ ഡിസ്പ്ലേയിലുള്ള സംഗതികളെയും നമ്മൾ പീസസ് എന്നാണ് പറയുക. അപ്പം 300 പീസസ് ഈ ഫ്രാൻസിലെ ലൂവ മ്യൂസിയത്തിൽ നിന്നും റെന്റിന്, വാടകയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഈ അബുദാബി ലൂവ മ്യൂസിയത്തിൽ. അത് എന്നിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. I thought it terribly unlucky of me to have spent only half a day in the museum. അപ്പോൾ ഈ മ്യൂസിയത്തിൽ തനിക്ക് ഹാഫ് എ ഡേ മാത്രം, അര ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് തന്നെ സംബന്ധിച്ച് ടെറിബ്ലി അൺലക്കി, ഏറ്റവും മോശമായിട്ട് സംഭവിച്ചൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് എന്നാണ് നമ്മുടെ നെറേറ്റർ പറയുന്നത്. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ് ലീസ്റ്റ് എ വീക്ക്, ഒരാഴ്ച തന്നെ ഈ മിനിമം ഒരാഴ്ച ഈ ഒരു മ്യൂസിയത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി താൻ സ്പെൻഡ് ചെയ്തേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ.
On boarding the flight to Calicut, I wished I had more time for a visit like this. അപ്പോൾ എന്താണ് കോഴിക്കോടേക്ക് കാലിക്കറ്റിലേക്ക് തിരിച്ച് എന്താണ് ബോർഡ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചു എനിക്ക് ഈ ഒരു വിസിറ്റിൽ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറേ കാഴ്ചകൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഗ്ലിംസ് മാത്രമേ തനിക്ക് കിട്ടിയിട്ടുള്ളൂ കുറച്ച് കാഴ്ചകളെ കിട്ടിയില്ല അപ്പോൾ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു അറ്റ്ലീസ്റ്റ് 2 weeks ചുരുങ്ങിയതൊരു 2 ആഴ്ചയെങ്കിലും അനദർ ടൈം മറ്റൊരവസരത്തിലാകട്ടെ ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമായിരിക്കും യു നെവർ നോ നമുക്കറിയില്ലല്ലോ നമുക്കിനിയും ചാൻസ് കിട്ടുമോ എന്ന് അപ്പോൾ ഇങ്ങനെ നമ്മുടെ നെറേറ്റർ ആ ട്രാവൽ നോട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തനിക്ക് 2 ദിവസം മാത്രം 2 days മാത്രമേ കിട്ടിയുള്ളൂ UAE അപ്പോൾ തന്നെ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിച്ചു അതിലുള്ള തൻ്റെ സന്തോഷവും ഇനി മറ്റൊരവസരം കിട്ടുകയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെയാണ് നമ്മുടെ നെറേറ്റർ ഇവിടെ ഈ ഒരു ട്രാവൽ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ നമ്മുടെ നെറേറ്ററുടെ ട്രാവൽ എക്സ്പീരിയൻസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ സമ്മറി. ഇനി ഇതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്.